കാറ്റലിസ്റ്റ് സ്കില്ലൊരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. അതെ, ഇതൊരു ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. ദേശീയപാതയിലെ ഇളയാവൂർ ഭാഗത്തുള്ള ഈ ഭിത്തിക്ക് വിള്ളലുണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി. ഇവിടെ സമീപവാസികൾക്കും ഇതിൻ്റെ പ്രയാസമുണ്ട്, ഭീഷണിയുണ്ട്. ഇത് നിർമ്മാണത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇത്രയും മണ്ണ് കുഴിച്ചെടുത്ത് നിർമ്മിക്കുമ്പോൾ അത് ചെളിമണ്ണാണ്. അതിൽ വേണ്ടത്ര നല്ല നിലയിലല്ല ഇത് നിർമ്മാണം നടപ്പിലാക്കിയിട്ടുള്ളത്. വളരെയേറെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട കാര്യമാണ്. കഴിഞ്ഞ വർഷം ദേശീയപാതയിലെ ഇങ്ങനെയുള്ള മണ്ണിടിച്ചിലും ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ അത് പരിഹരിക്കപ്പെടുമെന്ന് കരുതിയിരുന്നു. എന്നാൽ പരിഹരിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ കണ്ണൂരിലുണ്ടായിട്ടുള്ളത്. ഗൗരവത്തിൽ തന്നെ ഇക്കാര്യം ഗവൺമെൻറ് പരിശോധിക്കും. നിർമ്മാണത്തിലെ അപാകതകൾ, അതിൻ്റെ ഉത്തരവാദികൾ ആരെന്ന് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കും. ഇത് പരിഹരിക്കാൻ എത്രയും വേഗം ആവശ്യമായ നടപടികൾ അത് പരിശോധിക്കും. ജില്ലാ കളക്ടർ വന്നിട്ടുണ്ട്, ഇവിടുത്തെ MLA ഉണ്ട്, മറ്റ് കൗൺസിലറുണ്ട്. അവരെല്ലാം ആലോചിച്ചിട്ട് എന്താ വേണ്ടത് ജനങ്ങളുമായിട്ട് ആലോചിച്ച്, നാട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ട് അവർ ആവശ്യമെങ്കിൽ മാറ്റി പാർപ്പിക്കാൻ അതിൻ്റെ സിറ്റുവേഷൻ വിലയിരുത്തിക്കൊണ്ട് ആവശ്യമെങ്കിൽ അതും ചെയ്യും. നേരത്തെ ഈ ദേശീയപാതയിൽ പലയിടത്തും ഒരു പരിശോധനയൊക്കെ നടത്തിയിരുന്നു, മണ്ണ് പരിശോധനയൊക്കെ. അപ്പം ഒരു റിപ്പോർട്ടെന്ന് പറയുന്നത് കേരളത്തിലെ മൊത്തത്തിൽ മണ്ണിന് വിലക്കുറവുണ്ട്. അപ്പോൾ കണ്ണൂരിൽ അത്തരത്തിൽ പരിശോധന നടന്നിട്ടുണ്ട്. അങ്ങനെ അത് എനിക്ക് അറിയില്ല, ഞാനും ചോദിച്ച് മനസ്സിലാക്കാം. ഈ സ്ഥലം അങ്ങനെ പ്രത്യേകമായിട്ട് പരിശോധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെ അതെ, അപ്പോൾ അങ്ങനെയെങ്കിൽ അത് സ്വീകരിച്ച നടപടികളിൽ പോരായ്മയുണ്ടെന്നാണല്ലോ ഇപ്പം വ്യക്തമാക്കുന്നത്. നിർമ്മാണത്തിലെ ആസൂത്രണത്തിലും പാകപ്പഴയുണ്ട്. കാരണം ഇത് വളരെ ഉയർന്നൊരു ഭിത്തിയാണ്, 17 മീറ്റർ ഉയരത്തിലാണ് ഇപ്പം കല്ല് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ സൈഡും വളരെ ഫില്ല് ചെയ്യുന്നിടത്തൊക്കെ സൈഡ് ഫില്ല് ചെയ്യുന്നതിലും അപാകത വന്നിട്ടുണ്ട്. മണ്ണെടുപ്പിലും ശാസ്ത്രീയമല്ലാത്ത പ്രവൃത്തികൾ വന്നിട്ടുണ്ട്. അതാണ് ഒരു കാരണം. ഞാനിപ്പോഴാണ് എന്നെ കളക്ടർ വിളിച്ചറിയിക്കുന്നു, അതുപോലെ MLAയും വിളിച്ചറിയിക്കുന്നു. ഞാനിപ്പം അവരുമായിട്ട് ബന്ധപ്പെടും, കളക്ടറും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മന്ത്രിയായിട്ടും മരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഇക്കാര്യം സംസാരിക്കും. പാൽച്ചുരത്തേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുകയാണ്, പോകാൻ നോക്കുകയാണ്. അവിടെ ഇപ്പോൾ പണിയും നടക്കുന്നില്ല, മഴയുള്ളതുകൊണ്ടും അവിടെ നിന്ന് അത് മണ്ണ് ഇടിഞ്ഞത് മാറ്റാൻ കഴിയില്ലെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ കഴിയുമെങ്കിൽ അങ്ങോട്ട് പോകാൻ നോക്കുകയാണ്. എൻ്റെ നിയോജകമണ്ഡലം കൂടിയാണ്.